ഹായ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് JSON ഫോർമാറ്റിനെ പറ്റിയിട്ടാണ്. JSON എന്ന് പറയുന്നത് ഒരു ഡാറ്റ ഫോർമാറ്റാണ്. നോർമലി നമ്മൾ 2 കമ്പ്യൂട്ടർ സിസ്റ്റംസ് തമ്മിൽ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യേണ്ട സമയത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ്, അല്ലെങ്കിൽ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് JSON എന്ന് പറയുന്നത്. ഇന്ന് കോമൺ ആയിട്ട് നമുക്ക് വെബ് ആപ്ലിക്കേഷൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും AWS ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാം നോർമലി ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കോമൺ ആയിട്ട് വളരെ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ഫോർമാറ്റാണ് JSON എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ JSON എന്തിനാണ് നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫോർമാറ്റ് എന്നുള്ളതിനൊന്ന് നമുക്ക് നോക്കി നോക്കാം. 2 കമ്പ്യൂട്ടർ സിസ്റ്റംസ് തമ്മിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യേണ്ട സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്ന ഒരു ഡാറ്റ ഫോർമാറ്റിൻ്റെ ആവശ്യം എന്നുള്ള കാര്യം ഒന്ന് ആദ്യം നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു റിയൽ ടൈം എക്സാമ്പിൾ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് 2 ഫാമിലി ഉണ്ട്. രവിയുടെ ഫാമിലി ഉണ്ട്. അപ്പം രവി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളതാണ്. ഹിന്ദിയാണ് സ്പീക്ക് ചെയ്യുന്നത്. അപ്പോൾ രവിയുടെ ഫാമിലിക്കകത്ത് അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദി ആയിരിക്കും. അതേപോലെ തന്നെ വേറൊരു ഫാമിലി ഉണ്ട്, എമിലിയുടെ ഫാമിലി. എമിലിയുടെ ഫാമിലി സംസാരിക്കുന്നത് ജർമ്മനാണ്. അവർ ജർമ്മനിയിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം അവർ ഇൻറ്റേർണലി അവർ ഫാമിലിക്കകത്ത് സംസാരിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആയിരിക്കും. അപ്പം ഏതെങ്കിലും സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന രവിയുടെ ഫാമിലിക്ക് എമിലിയുടെ ഫാമിലിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഹിന്ദിയോ അല്ലെങ്കിൽ ജർമ്മനോ യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് 2 പേർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും അവർ നോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു കോമൺ ലാംഗ്വേജ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് നമുക്ക് ഇംഗ്ലീഷാണ്, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവർ ഇൻറ്റേർണലി അവർ സംസാരിക്കുന്നത് ഒരു ലാംഗ്വേജിലാണെങ്കിലും വേറൊരു ആ ലാംഗ്വേജ് അറിയാത്ത ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ നോർമലി കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യും. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, അല്ലേ? അപ്പം ഇതാണ് ഇങ്ങനെ ഒരു കോമൺ ആയിട്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ഉള്ളതിൻ്റെ ഒരു ഗുണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കുന്ന അവർ നെറ്റീവായിട്ട് സംസാരിക്കുന്ന ലാംഗ്വേജ് അറിയില്ലെങ്കിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ കിട്ടുകയാണ്. ഇങ്ങനെ കോമൺ ആയിട്ടിരിക്കുന്ന 2 പേർക്കും അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് അവൈലബിൾ ആയതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്തും നടക്കുന്നത്. നോർമലി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്ത് അവൻ്റെ പർട്ടിക്കുലർ ഡാറ്റ ഉണ്ടാകും. വേറൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്ത് അവന് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവൻ്റേതായ രീതികളിലായിരിക്കും. ഇവിടെ ചിലപ്പോൾ വേറൊരു ഡാറ്റാബേസിൻ്റെ അകത്തായിരിക്കും എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ചിലപ്പോൾ ഡാറ്റ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഫയലിൻ്റെ അകത്തായിരിക്കും. ഒരു ഫയലിൻ്റെ അകത്ത് അവന് ഇഷ്ടമുള്ള രീതികളിലേക്കായിരിക്കും, അല്ലേ, എടുത്തു വെച്ചിരിക്കുന്നത്. അവൻ്റെ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലിസ്റ്റ് ആണെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഒരു രീതികളിലായിരിക്കും എടുത്തു വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ വേറൊരു രീതികളിലായിരിക്കും എടുത്തു വെക്കുന്നത്. അപ്പം ഏതെങ്കിലും മൊമെൻറ്റിൽ ഇവരിന്ന് ഒരു ഡാറ്റ ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 പേർക്കും നോൺ ആയിട്ടിരിക്കുന്ന ഒരു ഫോർമാറ്റിലോട്ട് നമുക്ക് വേണം. നമ്മളിവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്ത പോലെ 2 പേർക്കും നോൺ ആയിട്ടുണ്ട്. എന്നാലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് സംഭവം നടക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന 2 കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്ത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 പേർക്കും കോമൺ ആയിട്ടിരിക്കുന്ന ഒരു ഫോർമാറ്റ് ആയിരിക്കണം. എന്നാലല്ലേ ഇവൻ ആ ഫോർമാറ്റിലോട്ട് ഇവൻ ഇൻറ്റേർണലി ഡാറ്റ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ഹാൻഡിൽ ചെയ്തോട്ടെ. അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സമയങ്ങളിൽ മാത്രം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫോർമാറ്റിലോട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഫോർമാറ്റിൻ്റെ അകത്ത് ഇങ്ങോട്ട് ഇതാക്കുന്നു. ഇവനും ആ ഫോർമാറ്റ് അറിയാം. ഈ ഫോർമാറ്റ് ഇങ്ങനെയാണ് എന്നുള്ളത് അറിയാം. കാരണം അതൊരു സ്റ്റാൻഡേർഡാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, അല്ലേ? ഒരാൾ ഒരു കുറച്ച് റൂൾസ് എല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കും. ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റൂൾസ് ഡിഫൈൻ ചെയ്ത് വെക്കും. ആ റൂള് 2 പേരും പഠിച്ചിട്ടുണ്ടാവും. അതാണ് ഈ 2 പേരും നോൺ ആണ് എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ അകത്ത് പോലെ. ഇംഗ്ലീഷിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് വേർഡ്സ് ഉണ്ട്, കുറച്ച് ഗ്രാമർ റൂൾസ് എല്ലാം ഉണ്ട്. ഇത് 2 പേരും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, ഇവർ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ആണ് എന്ന് ഇവർക്ക് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കത് ഈസിലി മനസ്സിലാക്കാനുള്ള പറ്റും. കാരണം അത് 2 പേരും പഠിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് JSON എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണ്. അതിൻ്റെ അകത്ത് അവൻ ഡാറ്റയെ ഇങ്ങനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റൂളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആ റൂള് വെച്ചിട്ടായിരിക്കും കമ്പ്യൂട്ടർ സിസ്റ്റം 1 ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ റൂള് വെച്ചിട്ടായിരിക്കും അവൻ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ
ഡാറ്റയായിരിക്കും നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം 2 അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവനെന്തറിയാം, ഈ വന്നിരിക്കുന്ന ഡാറ്റ ജേസൺ ആണ് എന്നുള്ളതും, ആ പറഞ്ഞിരിക്കുന്ന ജേസൻ്റെ അകത്ത് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന റൂളുകളൊക്കെ വെച്ചിട്ടായിരിക്കും ഡാറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഇവനും അറിയാം. 2 പേർക്കും അറിയാം. കാരണം എന്താണ്, ജേസൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഒരു സ്റ്റാൻഡേർഡ് കമ്മിറ്റി, ലോകത്തിൽ മൊത്തത്തിൽ ഒരു സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഉണ്ട്. എന്നിട്ട് അവരാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റയ്ക്കകത്ത് എങ്ങനെയൊക്കെയാണ് ഡാറ്റ എടുത്ത് വെക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് റൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും അറിയാമെങ്കിൽ എന്ത് സംഭവിക്കുന്നു, നമുക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈസിലി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെയാണ് ജേസൺ എന്ന് പറയുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി വെബ് ആപ്ലിക്കേഷൻ്റെ അകത്തെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന 2 സിസ്റ്റംസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ജേസൺ എന്ന് പറയുന്ന ഡാറ്റ ഫോർമാറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ജേസൺ എന്ന് പറയുന്നത് ഒരു ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റാണ്. ആ ഫോർമാറ്റിൻ്റെ അകത്ത്, ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഡാറ്റ ഇങ്ങനെയൊക്കെയാണ് എടുത്ത് വെക്കേണ്ടത് എന്നുള്ള കുറച്ച് റൂളുകളാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം കമ്പ്യൂട്ടർ സിസ്റ്റം 1 ജേസണിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ 2ൻ്റെ അകത്ത് അത് നമുക്ക് അവർക്ക് ഡീകോഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് റീഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം. അപ്പോൾ ജേസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കുറച്ച് റൂളുകളാണ്. ഡാറ്റ എങ്ങനെ എടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന കുറച്ച് റൂളുകളാണ്. അപ്പോൾ എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. ഇനി നമുക്ക് ജേസൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ റൂളുകളുണ്ട്. ആ റൂളുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജേസൺ എന്ന് പറയുന്നത് ഒരു ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാനിരിക്കുന്ന ഒരു ഫോർമാറ്റാണ്. ഡാറ്റയെ എങ്ങനെയൊക്കെ എടുത്ത് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഹോം അഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ ഹോം അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ. നമുക്കൊരു നെയിം ഉണ്ടാവും, അതിൻ്റെ അകത്ത് ഇപ്പോൾ പുള്ളി താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്താണെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് നമ്പർ ഉണ്ടാവും, അപ്പാർട്ട്മെൻറ്റ് പേര്, ലൊക്കാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇനിയിപ്പോൾ അഡ്രസ്സ് എന്ന് പറയുന്നത് പുള്ളി ഒരു വീട്ടിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നോർമലി ഒരു ഹൗസ് നെയിം ആയിരിക്കും, അതിൻ്റെ ഒരു ലൊക്കാലിറ്റി കാര്യങ്ങളും അങ്ങനെയുള്ള സ്ട്രീറ്റ് ഏതാണ് അങ്ങനെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സാണ്, പക്ഷെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് ഓൾറെഡി ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇതെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോർമലി ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്തും വീടുകളിൽ താമസിക്കുന്ന സമയത്തും നമുക്ക് അഡ്രസ്സ് ഉണ്ടാവും, പക്ഷേ അതിന് സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്ക് എഫക്റ്റീവായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ മോഹൻ 106 എന്ന് കാണുന്ന സമയത്ത്, ഒരു ഹ്യൂമൻ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഫ്ലാറ്റിലാണെങ്കിൽ ഫ്ലാറ്റിൻ്റെ നമ്പർ ആയിരിക്കും വരിക എന്നുള്ള നോളജും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഹ്യൂമൻ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇതൊരു ഹൗസിൻ്റെ അഡ്രസ്സാണ് എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സാധനം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ മനസ്സിലാവത്തില്ല. അവന് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന പ്രിസൈസ് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 106 എന്നുള്ളത് ഹൗസ് നമ്പർ ആണോ അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ നമ്പർ ആണോ എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഒന്നും കമ്പ്യൂട്ടറിന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരാനുണ്ട്, സാധ്യതയുണ്ട് അല്ലേ. അപ്പം അതിനേക്കാളും നല്ലത് ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ട് കൺഫ്യൂഷൻ ഒന്നുമില്ലാത്ത രീതികളിൽ ഈ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ല രീതിയിൽ ഈ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി അല്ലേ. അത് നമുക്ക് ഹ്യൂമന് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവണം, കമ്പ്യൂട്ടറിന് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവണം. ഇത് ഹ്യൂമന് മനസ്സിലാവുമായിരിക്കും, പക്ഷേ കമ്പ്യൂട്ടറിന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ വരും. ഇതേപോലെ തന്നെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും, ഹ്യൂമന് മനസ്സിലാവാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷേ ഇത് രണ്ടുമല്ലാതെ നമുക്കും ഹ്യൂമനും കമ്പ്യൂട്ടറിനും മനസ്സിലാവുന്ന വളരെ ആംബിഗിറ്റി ഒന്നുമില്ലാത്ത, അതായത് കൺഫ്യൂഷനുകളൊന്നുമില്ലാത്ത വളരെ ക്ലീൻ ആയ രീതികളിൽ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു രീതി അല്ലേ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാം. അതായത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ പറയുന്നു, അതിനുശേഷം നമ്മൾ ആ ഇൻഫർമേഷൻ പറയുന്നു. അതായത് ഇത് നെയിം ആണ് എന്ന് പറയുന്നു, ഇത് ഫ്ലാറ്റ് നമ്പർ ആണ് എന്ന് പറയുന്നു, അതിനുശേഷം മാത്രം നമ്മൾ ആ ഇൻഫർമേഷൻ പറയുന്നു. ഇത് അപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഈ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലാറ്റ് നമ്പറിന് പകരം നമുക്ക് ഹൗസ് നെയിം എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്യാം അല്ലേ, ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഒരു ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ ക്ലീൻ ആണ് അല്ലേ. അത് 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 ഡാറ്റ കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നമുക്ക് കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഇത് ഫ്ലാറ്റ് നമ്പർ ആണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഇത് കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി ഇത് ഫ്ലാറ്റ് നമ്പർ ആണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിനും മനസ്സിലാവുന്ന രീതികളിലോട്ട് മാറും അല്ലേ. അപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടെ കൺഫ്യൂഷൻ ഒന്നുമില്ലാത്ത രീതിയിൽ വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. അപ്പം ഇങ്ങനെയാണ്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജേസൻ്റെ അകത്ത് നമ്മൾ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് 2 പാർട്ടുണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ എന്താണ് എന്ന് പറയുന്ന ഒരു പോർഷൻ. ആ 2 പോർഷൻ ഉണ്ടല്ലോ അല്ലേ ഇവിടെ. സിറ്റി എന്ന് പറയുന്ന പോർഷനും അതിൻ്റെ വാല്യൂ എന്താണ് എന്ന് പറയുന്ന പോർഷനും. അപ്പം ഇങ്ങനെ ഈ ഡാറ്റ എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോർഷനെ നമ്മൾ ജേസൻ്റെ അകത്ത് കീ എന്ന് പറയും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കീയുടെ വാല്യൂ എന്താണോ എന്നുള്ളത് വാല്യൂ എന്നും പറയും. അപ്പം ഇവരെ 2 പേരെയും ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ യൂണിറ്റിനെയാണ് നമ്മൾ കീ വാല്യൂ പെയർ എന്ന് പറയുന്നത്. ഓക്കെ. ഈ 2 പേരും ചേർന്നിട്ടുള്ളത്. കീ എന്ന് പറയുന്ന സാധനവും വാല്യൂ എന്ന് പറയുന്ന സാധനവും ചേർന്നിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ കീ വാല്യൂ പെയർ എന്ന് പറയുന്നത്. അപ്പം നോർമലി നമ്മൾ ജേസൻ്റെ അകത്ത് ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ കീ വാല്യൂ പെയേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ കീ വാല്യൂ പെയർ എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് നമ്മൾ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ ആവും. അപ്പോൾ ത്രൂ ഔട്ട് ദ ജേസൺ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ ഡാറ്റേനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നമ്മളുടെ ഡാറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പം റിയൽ ലൈഫിൽ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റ എന്ന് പറയുന്നത് പല രീതികളിലിരിക്കുന്ന ഡാറ്റയായിരിക്കും അല്ലേ? എല്ലാം ഈ പറഞ്ഞ പോലെ ചില ഡാറ്റകളെല്ലാം സ്ട്രിങ് ആയിരിക്കും, ചിലത് നമ്പേഴ്സ് ആയിരിക്കും, ചിലത് ഈ പറഞ്ഞ പോലെ അറേസും, ചിലത് കളക്ഷൻസും അങ്ങനെ ഇരിക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡാറ്റയായിരിക്കും നമുക്ക് നമ്മളുടെ റിയൽ ലൈഫിൽ ഹാൻഡിൽ ചെയ്യാം. അപ്പം ഒരു ജനറൽ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്നുള്ള രീതിയിൽ ഏത് കൈൻഡ് ഓഫ് ഡാറ്റ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെ ഒരു റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആ പർട്ടിക്കുലർ ഫോർമാറ്റിന് ഉണ്ടായിരിക്കണം. അപ്പം ജേസൺ എങ്ങനെയാണ് നമ്മളുടെ ഡാറ്റയെ ഏത് കൈൻഡ് ഓഫ് ഡാറ്റ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെ എങ്ങനെയാണ് ജേസൺ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ജേസൺ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ആണ്. അതെന്ന് പറയുന്നത് കുറച്ച് റൂൾസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ അല്ലേ? അപ്പം അതിൻ്റെ അകത്തിരിക്കുന്ന ജേസൺ പറഞ്ഞിരിക്കുന്ന ഓരോരോ റൂളുകളാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്. ഈ ഏതൊരു ജേസൺ ഡാറ്റയും ഈ പറഞ്ഞിരിക്കുന്ന പോലെ 2 കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആയിരിക്കണം എൻക്ലോസ് ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ 2 കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ നമ്മളുടെ ഡാറ്റയെ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ 2 കേളി ബ്രാക്കറ്റ് ഇട്ടു. കേളി ബ്രാക്കറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. 2 കേളി ബ്രാക്കറ്റ്സ് ഇട്ടു. ഇതിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ നമ്മളുടെ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം റെപ്രസെൻറ്റ് ചെയ്യേണ്ട എന്താണ്? നെയിം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നെയിം എന്ന് പറയുന്നതിന് നമ്മൾ ഒരു കീ എഴുതി. അപ്പം ഈ കീ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്താൽ കണ്ടാം അത് 2 ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ നോർമലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അതിൽ മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. ടെക്സ്റ്റ് ആണെങ്കിൽ അത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എഴുതുക അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അത് കമ്പ്യൂട്ടറിനൊക്കെ പാസ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും അത്. അതേപോലെ തന്നെയാണ് ജേസൻ്റെ അകത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ഡാറ്റ ആണെങ്കിൽ അത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് എഴുതേണ്ടത്. അപ്പം എല്ലാ കീസും നമ്മളുടെ ടെക്സ്റ്റ് ഡാറ്റയാണ്. അപ്പം ഏതൊരു കീ വരുന്ന സമയത്തും നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നല്ലോ അല്ലേ? കീ വാല്യൂ എന്ന് പറയുന്ന 2 പോർഷൻ ആയിട്ടാണ് ഏതൊരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീസ് ഓഫ് ഡാറ്റയെ ജേസൺ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കീ വാല്യൂ പെയർ ആണ്. ഫസ്റ്റ് പോർഷൻ കീ, രണ്ടാമത്തെ പോർഷൻ വാല്യൂ എന്ന് പറയുന്നതാണ്. അതിൻ്റെ അകത്ത് കീ എന്ന് പറയുന്ന പോർഷൻ എല്ലായ്പ്പോഴും സ്ട്രിങ് ആയിരിക്കും, ടെക്സ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് കീ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ നെയിം എന്ന് പറയുന്ന കാര്യം എഴുതി. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കീ ഉണ്ടാക്കി. ഓൾറെഡി നെയിം എന്ന് പറയുന്ന ഒരു കീ ഉണ്ടാക്കി. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നെയിം എന്ന് പറയുന്ന കീയുടെ വാല്യൂ എഴുതണം. അതെന്താണ്? മോഹൻ എന്നുള്ളതാണ്. മോഹൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നെയിമാണ്. അതെന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ആണ്. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വേണം? നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിരിക്കണം മോഹൻ എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രിങ് എഴുതേണ്ടത്. ഓക്കെ. അപ്പം ഒരു കാര്യം കൂടെ ഇവിടെയുണ്ട്. നമ്മൾ കീ വാല്യൂ എന്ന് പറയുന്ന നമ്മളുടെ ഒരു പർട്ടിക്കുലർ പീസ് ഓഫ് ഡാറ്റയുടെ 2 പോർഷൻസ് എഴുതി ഇവരെ 2 പേരെയും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോളം ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പം കീ എഴുതുക, അത് കഴിഞ്ഞിട്ട് ഒരു കോളം എഴുതുക, അത് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ നമ്മളുടെ വാല്യൂ എഴുതേണ്ടത്. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ട ഡാറ്റയുടെ ഫസ്റ്റ് ലൈന് നമ്മൾ സക്സസ്ഫുള്ളി ജേസണിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലാറ്റ് നമ്പർ, അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന 2 ഇൻഫർമേഷനാണ് അല്ലേ? ഫ്ലാറ്റ് നമ്പർ, അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഗ്രൂപ്പ് ചെയ്തെടുക്കാം അല്ലേ? അതൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ നമ്മളുടെ ഈ അഡ്രസ്സ് എന്ന് പറയുന്നതിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഫ്ലാറ്റ് നമ്പർ, അപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. ചില സമയങ്ങളിൽ
നമുക്ക് ഹൗസ് നെയിം, സ്ട്രീറ്റ് നെയിം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? ഹൗസ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ജനറൽ ഡാറ്റയ്ക്കകത്തിരിക്കുന്ന സബ് ഡാറ്റയായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ കണക്കാക്കാം, അല്ലേ? ഇങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ നമുക്ക് ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജേസൻ്റെ അകത്തിരിക്കുന്ന മെത്തേഡാണ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് എഴുതുക. നമുക്കത് എങ്ങനെയൊക്കെയാണുള്ളത് നോക്കാം. കീ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആയാലും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. ഒരു കൈൻഡ് ഓഫ് വാല്യൂ ആണ്. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ആണ് വാല്യൂ ആയിട്ട് എടുത്തത്. ടൈപ്പ് എന്ന് പറയുന്നത് ഇത് ടെക്സ്റ്റ് ആണ്, അല്ലേ? അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു ഡാറ്റയുടെ ടൈപ്പാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഏതൊരു കാര്യത്തിനും നമുക്ക് എന്തായാലും കീ വേണം. അപ്പം നമ്മൾ ഹൗസ് ഇൻഫോ എന്ന് പറയുന്ന ഒരു കീ എഴുതി, നമ്മൾ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോളം എഴുതി. ഇവിടെയാണ് നമ്മൾ വാല്യൂ എഴുതുന്നത്. നമ്മളുടെ വാല്യൂ ആയിട്ട് എഴുതാൻ പോകുന്നത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് വാല്യൂസിൻ്റെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഹൗസ് ഇൻഫോ എന്ന് പറയുന്നതിൻ്റെ ഈ നെയിം എന്ന് പറയുന്നതിന് ഒരു സിംഗിൾ വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? ഹൗസ് ഇൻഫോ എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ഇൻഫർമേഷൻ ചേർന്നിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസിനെ നമുക്ക് ജേസണിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒബ്ജക്റ്റുകൾ യൂസ് ചെയ്യാം, അല്ലേ? ഇവിടെ ഹൗസ് ഇൻഫോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്ലാറ്റ് നമ്പർ, അപ്പാർട്ട്മെൻറ്റ് ചേർന്നിട്ടുള്ളതായിരിക്കും. അത് വീണ്ടും ഒരു കീ വാല്യൂ പെയർ ആണ്, അല്ലേ? ഈ ഹൗസ് ഇൻഫോ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും ഒരു കീ വാല്യൂ പെയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം മെത്തേഡ് തന്നെ. അപ്പം മൾട്ടിപ്പിൾ കീ വാല്യൂ പെയേഴ്സിനെ ഒരു എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഈ ഹൗസ് ഇൻഫോ ചിലപ്പം ഫ്ലാറ്റ് നമ്പർ, അപ്പാർട്ട്മെന്റ് ആവാം. വേറൊരു സിറ്റുവേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവാം, ഈ പറഞ്ഞ പോലെ ഹൗസ് നെയിം, സ്ട്രീറ്റ് നെയിം എന്നാക്കാം. അതായത് നമ്മളുടെ ഡാറ്റ എന്താണോ അതിനനുസരിച്ച് നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കാം. പക്ഷേ നമ്മളുടെ മുകളിൽ ഹൗസ് ഇൻഫോ എന്ന് പറയുന്ന ഒരു കോമൺ എൻറ്റിറ്റിക്കകത്തേക്ക് നമ്മൾ അതിൻ്റെ സബ് ഡാറ്റയായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഡാറ്റയെ, അതായത് ഒരു പർട്ടിക്കുലർ ഡാറ്റയ്ക്കകത്ത് തന്നെ മൾട്ടിപ്പിൾ സബ് ഡാറ്റ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇവരെല്ലാവരെയും ഒരൊറ്റൊരു സിംഗിൾ എൻറ്റിറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒബ്ജക്റ്റ് യൂസ് ചെയ്യാം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കേളി ബ്രാക്കറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് കേളി ബ്രാക്കറ്റിൽ എൻഡ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ ഇൻഫർമേഷനുമായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന കീയുടെ വാല്യൂ. ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. ഒബ്ജക്റ്റിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പം കിട്ടിയെന്ന് വിചാരിക്കുന്നു. കുറച്ചൊരു കൺഫ്യൂഷനുള്ള കാര്യമായിരിക്കും. മൾട്ടിപ്പിൾ ഇൻഫർമേഷന് ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിക്കകത്ത് എൻക്ലോസ് ചെയ്യേണ്ട സിറ്റുവേഷനിലാണ് അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡാറ്റ വരുന്ന സമയത്ത് ജേസണിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമുക്കതിനെ ഒബ്ജക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് പറയുന്നത്. ഓക്കെ. ഒബ്ജക്റ്റ് എഴുതേണ്ടത് ഇങ്ങനെയാണ്. മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഇവിടെ വരും. ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിനകത്ത് മൾട്ടിപ്പിൾ കീ വാല്യൂ പെയർസ് വരും. എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇനിയിപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി, നമ്മളൊരു കീ വാല്യൂ പെയറിൻ്റെ അകത്ത് ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ എഴുതി, അടുത്ത കീ വാല്യൂ പെയറിൻ്റെ അകത്ത് അടുത്ത പീസ് ഓഫ് ഇൻഫർമേഷൻ എഴുതി, ഇവരെ രണ്ട് പേരെയും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോമ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ട്, അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന കീ വാല്യൂ പെയർ അടുത്ത കീ വാല്യൂ പെയർ എഴുതുന്നതിന് മുന്നേ നമുക്കൊരു കോമ വെച്ചിട്ട് ഇവരെ രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു കോമ വന്നത്. എത്ര കീ വാല്യൂ പെയർസ് വന്നിരിക്കുന്നോ അതിൻ്റെ അടിയിലെല്ലാം നിങ്ങളിങ്ങനെ കോമ ഇട്ട് പോകേണ്ടി വരും. ഓക്കെ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് അടുത്ത ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പിൻകോഡ് എന്ന് പറയുന്നതാണ്. പിൻകോഡ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കും? കീ എല്ലാം ഇപ്പോഴും ടെക്സ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പിൻകോഡ് എന്ന് പറയുന്നത് നമ്മൾ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എഴുതി. ഓക്കെ. കീ എല്ലാം ഇപ്പോഴും ടെക്സ്റ്റ് ആയിരിക്കും. നെയിം, ഹൗസ് ഇൻഫോ ഇതെല്ലാം കീ ആണ്. പിൻകോഡ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഇതാക്കിയത്. പക്ഷേ ഇവിടെ വാല്യൂ വരുന്നത് എല്ലായ്പ്പോഴും ഒരു നമ്പർ ആയിരിക്കും. പിൻകോഡ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു നമ്പറിലായിരിക്കുമല്ലോ, അല്ലേ? അപ്പോൾ നമുക്ക് നമ്പർ എങ്ങനെ ജേസണിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാല്യൂ റെപ്രസെൻറ്റ് ഇവിടെ പോലെ ടെക്സ്റ്റ് റെപ്രസെൻറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് എഴുതാം. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതേപോലെ ഡബിൾ കോഡ്സ് ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നമ്പർ യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമ്പർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വേറെ സ്ട്രിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്പർ മാത്രമാണെങ്കിൽ ഡബിൾ കോഡ്സ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പം നമ്പറിനെ നമ്മൾ ജേസൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ഈ രീതിയിലായിരിക്കും. ഡബിൾ കോഡ്സ് ഇല്ലാതെ ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ഫോൺ നമ്പർ എന്ന് പറയുന്നതാണ്. ഫോൺ നമ്പറിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഇൻഫർമേഷൻ ചേർന്നിരിക്കുന്നതാണ്, അല്ലേ? ഫോൺ നമ്പർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫോൺ നമ്പേഴ്സ് നിങ്ങൾക്ക് ചിലപ്പം വരാം, അല്ലെങ്കിൽ അറേ വരുന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻ, അല്ലേ? നമ്മൾ നോർമലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ അറേ എന്ന് പറയുന്നത് അത് മൾട്ടിപ്പിൾ ഇൻഫർമേഷൻ ചേർന്നിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളെ ജേസൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറേസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം യൂസ് ചെയ്യാം. ഒബ്ജക്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഈ പറഞ്ഞിരിക്കുന്ന കേളി ബ്രാക്കറ്റ് വെച്ചിട്ടാണ് ചെയ്തത്. ഇതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്തിരിക്കുന്നത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും. പക്ഷേ അറേക്കകത്തിരിക്കുന്നത് സെയിം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും.
ഓക്കെ. ഇവിടെ ഇപ്പോൾ നോർമലി സെയിം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും. ഈ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറേയും ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വരും. നിങ്ങൾ JSON കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരും. പക്ഷേ നോർമലി നമ്മൾ അറേക്കകത്ത് സെയിം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും അല്ലേ? ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താണ് ഫോൺ നമ്പർ എന്ന് പറയുന്ന കാര്യം അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഫോൺ നമ്പേഴ്സ് ഒരാൾക്ക് വരുന്ന സിറ്റുവേഷൻ വരാം. അപ്പോൾ അതിനെ നമുക്ക് പ്രോപ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറേസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യാം. അറേക്കകത്ത് കീ എല്ലാത്തിലും സെയിം തന്നെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് കോളം ഇടുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റാണ് നമ്മൾ അറേക്ക് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഓരോരോ ഐറ്റവും നമ്മളിങ്ങനെ എഴുതിയിട്ട് കോമ വെച്ചിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്വയർ ബ്രാക്കറ്റ് എൻഡ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ JSONൻ്റെ അകത്ത് അറേ എഴുതുന്നത്. ഇതിപ്പോൾ നമുക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഫോൺ നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡബിൾ കോട്ട്സ് ഒന്നുമില്ലാതെ അത് നമ്പർ ആണല്ലോ അല്ലേ? അപ്പോൾ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേരിട്ടിട്ട് ഡബിൾ കോട്ട്സ് ഒന്നും ഇല്ലാതെ യൂസ് ചെയ്തത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇവിടെ ഇപ്പം നിങ്ങളുടെ ഒരു റഫറൻസ് നെയിംസ് എന്നങ്ങാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അറേക്കകത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് യൂസ് ചെയ്താലും ഓക്കെയാണ്. എന്ത് കൈൻഡ് ഓഫ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈവൻ ഒബ്ജക്റ്റുകളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന അറേക്കകത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എടുത്ത് വെക്കാം, നമ്പർ വേണമെങ്കിൽ നമ്പർ എടുത്ത് വെക്കാം, ഈവൻ ഒരു ഒബ്ജക്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ എടുത്ത് വെക്കാവുന്നത്. അറേക്കകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് വെക്കാം. മൾട്ടിപ്പിൾ സെയിം കൈൻഡ് ഓഫ് ഡാറ്റ എടുത്ത് വെക്കേണ്ടി വരുന്ന സമയങ്ങളിലാണ് നമ്മൾ അറേ എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് കേളി ബ്രാക്കറ്റ് വെച്ചിട്ടാണെങ്കിൽ അറേ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി ഒരു കൈൻഡ് ഓഫ് ഡാറ്റ ടൈപ്പ് കൂടിയുണ്ട്. അതായത് നമ്മളിപ്പം ട്രൂ, ഫോൾസ് അല്ലെങ്കിൽ ബൂളിയൻ എന്നൊക്കെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടല്ലോ അല്ലേ? അതായത് യെസ് ഓർ നോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു ഇൻഫർമേഷൻ. ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് അത് ഹോം അഡ്രസ്സ് ആണോ അല്ലയോ എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് എടുത്തു വെക്കേണ്ടത് എങ്കിൽ അതിന് നമുക്ക് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. അതിന് ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന 2 കൈൻഡ് ഓഫ് വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. ട്രൂ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും അതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ടെക്സ്റ്റ് ആണ്. അതിന് ഈ പറഞ്ഞ പോലെ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യേണ്ട. ഇതേപോലെ തന്നെ യൂസ് ചെയ്യണേ. ടി എന്ന് പറയുന്നത് സ്മോൾ ലെറ്ററിൽ ഇരിക്കുന്ന ട്രൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ യെസ് ഓർ നോ എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത് ഹോം അഡ്രസ്സ് ആണ് എന്ന് ഒരു ഡാറ്റ, ഒരു കൈൻഡ് ഓഫ് ഡാറ്റയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് വാല്യൂസ് ഇതിന് പോസിബിൾ ആവുള്ള, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഡാറ്റ ടൈപ്പുകളാണ് നമുക്ക് JSONൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇനി ഇവിടെ ഇപ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കുക. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൾട്ടിപ്പിൾ ഡാറ്റ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മൾട്ടിപ്പിൾ സെയിം കൈൻഡ് ഓഫ് ഡാറ്റ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം ഇരിക്കുന്നത് ഈ അറേക്കകത്ത് നിങ്ങൾക്ക് ഏത് ഡാറ്റ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് വെക്കാം കേട്ടോ. നമ്പർ വേണം എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് വേണം എടുത്ത് വെക്കാം, ഒരു ഒബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിലും എടുത്ത് വെക്കാം. അപ്പം ഇത്രയും ഡാറ്റ ടൈപ്പുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കൈൻഡ് ഓഫ് ഡാറ്റനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്ത് വീണ്ടും അറേ വരാം, അറേക്കകത്ത് ഒബ്ജക്റ്റ് വരാം, അങ്ങനെ നെസ്റ്റഡ് ആയിട്ട് ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന്, അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രീതികളിലും നമുക്ക് എഴുതിയിട്ട് നമുക്ക് ഏത് കൈൻഡ് ഓഫ് ഡാറ്റനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് JSON വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന വളരെ മിനിമൽ ആയിട്ടിരിക്കുന്ന ഡാറ്റ ടൈപ്പുകളും. ഇത്രയും ഡാറ്റ ടൈപ്പുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏത് കൈൻഡ് ഓഫ് ഡാറ്റനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. JSON എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ പോലെ ഈ കാണുന്ന പോലെ ഈ ഡാറ്റനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, വളരെ സിമ്പിളാണ്, വളരെ ആക്യുറേറ്റ് ആണ്, അല്ലെങ്കിൽ വളരെ ക്ലീൻ ആണെന്ന് നമുക്ക് പറയാം അല്ലേ? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇന്നതൊക്കെയാണ് എന്നുള്ളത്. അതായത് അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിപ്പം JSON അല്ലാതെ നമുക്ക് വേറെയും കൈൻഡ് ഓഫ് ഡാറ്റ ഫോർമാറ്റുകളൊക്കെ ഉണ്ട്. XML എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അതിൻ്റെ അകത്ത് നിന്ന് JSONൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് എന്താ വെച്ചാൽ XML നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അത് വളരെ കോംപ്ലക്സ് ആയിട്ടിരിക്കുന്ന കുറച്ച് മെറ്റാഡാറ്റയും കാര്യങ്ങളെല്ലാം വന്നിട്ട് പെട്ടെന്നൊന്നും നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന രീതികളിലൊന്നല്ല അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ JSON എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആണ്. നമുക്ക് ഹ്യൂമന് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്ന രീതികളിലായിരിക്കും അതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. കമ്പ്യൂട്ടറിനും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതികളിലാണ്. കാരണം അതിൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നെയിം മോഹൻ എന്നൊക്കെ ഇങ്ങനെ റീഡ് ചെയ്ത് പോകാനും കമ്പ്യൂട്ടറിന് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് JSON ഇന്ന് വളരെ പോപ്പുലർ ആയിട്ട് വെബ് ഡെവലപ്മെൻറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആയിട്ട് മാറിയത്. ഓക്കെ.
ഇത് നമ്മള് JSONന്റെ അകത്തിരിക്കുന്ന ഡാറ്റ ടൈപ്പുകളാണ്. ഓൾറെഡി നമ്മള് ഫെമിലിയർ ആണ്. ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തതാണ്. ഇത്രയും ഡാറ്റ ടൈപ്പുകളാണ് JSONന്റെ അകത്തിരിക്കുന്നത്. നൾ എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ ടൈപ്പ് കൂടിയുണ്ട്. തൽക്കാലം നിങ്ങൾക്കത് ഒന്ന് ഇഗ്നോർ ചെയ്യാം. പഠിച്ച് വരുന്ന സമയത്ത് ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു സാമ്പിൾ ഒന്ന് നോക്കാം. ഒരു JSONന്റെ ഒരു സാമ്പിൾ അങ്ങൊന്ന് നോക്കാം. ഇതാണ് ഒരു JSONന്റെ സാമ്പിൾ. ഇതിന്റെ അകത്ത് നമ്മള് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പറഞ്ഞു JSON സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേപോലെ ഒരു കേർലി ബ്രാക്കറ്റിന്റെ ഉള്ളിലായിരിക്കും. 2 കേർലി ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് എന്റയർ ഡാറ്റയെ നമ്മൾ വരേണ്ടത്. അതായത് എന്റയർ JSON ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒബ്ജക്റ്റ് ആണ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് നമ്മൾ നെയിം എന്ന് പറയുന്ന ഒരു കീ ഉണ്ടാക്കി, അതിന് രാഹുൽ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടാക്കി, അഡ്മിഷൻ നമ്പർ ഉണ്ടാക്കി, അഡ്മിഷൻ നമ്പറാണ് അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ ഉണ്ടാക്കി. ആ കീക്കകത്തേക്ക് നമ്മളൊരു അറേയാണ് നമ്മള് അതിന്റെ വാല്യൂ ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് മാർക്സ് എന്ന് പറയുന്നത് ആ സ്റ്റുഡന്റിന് 2 കൈൻഡ് ഓഫ് മാർക്കുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് മിഡ് ടേമിൽ ഇരിക്കുന്ന മാർക്കുകളും, ഒന്നെന്ന് പറയുന്നത് ഫൈനൽ ടേമിൽ ഇരിക്കുന്ന മാർക്കുകളുമാണ്. ഇനിയിപ്പോൾ ഭാവിയിൽ വേറെ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് മാർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഓരോരോ ടേമിലിരിക്കുന്ന മാർക്കുകളെയും നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഒബ്ജക്റ്റ് ആക്കി മാറ്റി. ഓക്കെ. ഈ കണ്ടില്ലേ നിങ്ങൾ? ഫസ്റ്റ് ഐറ്റം, അതായത് ഇത് അറേയാണേ. ഈ അറേക്കകത്തിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം, അറേക്കകത്ത് മൾട്ടിപ്പിൾ ഐറ്റംസ് ആണല്ലോ പറ്റുക. അപ്പം മൾട്ടിപ്പിൾ ഐറ്റത്തിനെ നമ്മളിവിടെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഈ കേർലി ബ്രാക്കറ്റിന്റെ അകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ്. അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതെന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിന്റെ അകത്ത് നമ്മൾ എന്ത് ഇൻഫർമേഷൻ ആണ് ഇതാക്കിയെന്ന് വെച്ചാൽ ടേം എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ കീ വെച്ചു. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ അകത്തിരിക്കുന്ന ഡേറ്റ എന്താണ് എന്നുള്ളത്. അതായത് മിഡ് ടേമിന്റെ മാർക്സ് ആണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്തു. ഒരു കീ വാല്യൂ പെയർ വെച്ചിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം മാർക്സ് എന്ന് പറയുന്ന ഒരു അറേ കൂടി നമ്മൾ ഉണ്ടാക്കി. ഇവിടെ ഒരു അറേ, അതിൻ്റെ അകത്ത് മിഡ് ടേമിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ അകത്ത് മിഡ് ടേം ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കീ വാല്യൂ പെയർ വെച്ചു. അതേപോലെ സെക്കൻഡിൻ്റെ ഇതിൻ്റെ അകത്തും മിഡ് ടേം എന്താണ് ഫൈനൽ ടേം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒരു കീ വാല്യൂ പെയർ വെച്ചിട്ട് ആ ഒബ്ജക്റ്റ് എന്തിനെ ആണ് പറയാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ വെച്ചു. അതിനുശേഷം മാർക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കീ ഉണ്ടാക്കി. ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഒരു പുതിയൊരു കീ ഉണ്ടാക്കി. അതും ഒരു അറേയാണ്. ആ അറേക്കകത്ത് വീണ്ടും 2 ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കി. മാത്സ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ മാർക്കും ഫിസിക്സ് എന്ന് പറയുന്ന മാർക്കും ആഡ് ചെയ്തു. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിഷയങ്ങൾക്ക് മാർക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്നത് ഈ അറേക്കകത്ത് പുതിയ ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കിയായിട്ട് ഇനീഷ്യലി തോന്നുമ്പോൾ വളരെ കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ട് തോന്നും. അത് ഇനീഷ്യലി കാണുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഈ ഒബ്ജക്റ്റ് അറേക്കകത്ത് വീണ്ടും ഒബ്ജക്റ്റ് അങ്ങനെ നമുക്ക് ഏത് കൈൻഡ് ഓഫ് ഡാറ്റയാണ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. 1-2 തവണ എഴുതി വരുന്ന സമയത്ത് നിങ്ങൾക്കത് വളരെ സിമ്പിളായിട്ട് തോന്നും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത്ര കോംപ്ലക്സ് ഒന്നുമല്ല. ഇനീഷ്യലി കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒന്ന് എഴുതി നോക്കാം. ഈ JSON എങ്ങനെ ഒന്ന് എഴുതി നോക്കാം. ഒരു 5-6 നമ്മളുടെ സാമ്പിൾസ് എഴുതി വരുമ്പോഴേക്കും നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് തോന്നും. ഓക്കെ. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നെസ്റ്റഡ് ആയിട്ട് എടുത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ നോർമലി JSON ഏതൊരു കോംപ്ലക്സ് ഡാറ്റയും നമ്മൾ JSON വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ. ഇത് രണ്ടാമത്തെ ഐറ്റമാണ് ഇവിടെ ഇരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഒരു അറേ, മാർക്സിൻ്റെ ഒരു അറേ, അത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മാർക്കുകൾ ഉണ്ടായിരുന്നു മിഡ് ടേം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 2 ഐറ്റം, അറേക്കകത്തിരിക്കുന്ന 2 ഐറ്റം ആക്കി. രണ്ടും ഒബ്ജക്റ്റുകളാണ്. ഇങ്ങനെ ഒബ്ജക്റ്റിൻ്റെ അകത്ത് വീണ്ടും അറേയും പിന്നെയും ഒബ്ജക്റ്റുകളെല്ലാം വെച്ചിട്ട് നമ്മൾ ആ ഡാറ്റേനെ നമ്മൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. ഓക്കെ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന JSON ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പക്ഷേ JSON വീണ്ടും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്കത് ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ. പഠിച്ച് വരത്തുള്ളൂ. കാരണം അതുകൊണ്ട് 2-3 ഒരു സാമ്പിൾസ് ഒക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഒന്ന് ചെയ്ത് നോക്കാമോ? ഇങ്ങനെ ഒരു ഡാറ്റ നമുക്കുണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് JSON ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതൊന്ന് ചെയ്ത് നോക്കാമോ?
വളരെ സിമ്പിളാണ്. നിങ്ങള് വീഡിയോ ഒന്നും കണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ജോൺ ഡോ എന്ന് പറയുന്ന ഒരു നെയിമാണ്. അപ്പം ഞാൻ നെയിം എന്ന് പറയുന്ന ഒരു കീ വേണം. അതിനെ വാല്യൂ ആയിട്ട് ജോൺ ഡോ എടുക്കാം. ഇത് മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഓരോന്നിനെയും ഞാനൊരു ഒബ്ജക്റ്റ് ആക്കി മാറ്റേണ്ടി വരും. എന്നിട്ട് ഈ എംപ്ലോയി ഡാറ്റ എന്ന് പറയുന്ന എൻറ്റയറിൽ ഇരിക്കുന്നതിനെ ഞാനൊരു അറേ ആക്കി മാറ്റേണ്ടി വരും. കാരണം എനിക്ക് മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ട്. ഈ മൾട്ടിപ്പിൾ ഐറ്റത്തിൻ്റെ അകത്ത് തന്നെ ഓരോരോ ഐറ്റത്തിൻ്റെ അകത്തും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡാറ്റാസ് ഉണ്ട്. അപ്പം ഞാൻ ഓരോരോ എണ്ണത്തിനെയും ഞാൻ ഓരോരോ ഒബ്ജക്റ്റുകളാക്കി മാറ്റേണ്ടി വരും. ഓരോരോ ഒബ്ജക്റ്റിൻ്റെ അകത്തും ഇങ്ങനെ മൾട്ടിപ്പിൾ കീ വാല്യൂ പെയർസ് വേണ്ടി വരും. അതിൻ്റെ അകത്ത് തന്നെ സ്കിൽസ് എന്ന് പറയുന്നത് വീണ്ടും ഒരു അറേയാണ്. അപ്പം ഞാൻ വീണ്ടും ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത് വീണ്ടും ഒരു അറേ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്നതിനെ പ്രോപ്പറായിട്ടൊന്ന് ഇതാക്കാമോ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഒന്ന് കമൻ്റ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കായിരുന്നു ഓക്കെ ആണ് എന്നുള്ളത്. ബേസിക്കലി ജേസൺ ആയിട്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഹാൻഡ്സ് ഓൺ വീണ്ടും വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഒന്ന് ഫെമിലിയർ ആയിട്ട് വരത്തുള്ളൂ. ഒരു 3-4 തവണയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഫെമിലിയർ ആകും. കാരണം ജേസൺ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടിരിക്കുന്ന സാധനമാണ്. ജേസൺ എന്ന് പറയുന്നത് വളരെ വൈഡ്ലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വെബ് ആപ്ലിക്കേഷൻ്റെ അകത്തായാലും നമ്മളിപ്പം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആയാലും എവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളുടെ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതേപോലെ ജേസൺ ആയിരിക്കും. അപ്പോൾ ജേസൺ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഫോർമാറ്റ് എങ്ങനെയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. 2-3 തവണ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു ഫോർമാറ്റാണ് ജേസൺ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമോ? ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേരെ. ജേസൺ എവിടെ എഴുതി നോക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? എവിടെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പല ഈ പറഞ്ഞിരിക്കുന്ന ഓൺലൈനായിട്ട് പല എഡിറ്റേഴ്സും ഉണ്ട് ജേസൺ എഴുതി നോക്കാൻ വേണ്ടിയിട്ടുള്ള. നിങ്ങൾ ഗൂഗിളിൻ്റെ അകത്ത് ജേസൺ വാലിഡേഷൻ ഓൺലൈൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല എണ്ണം കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഒന്നിരിക്കുന്നതാണ് ജേസൺ ലിൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൻ്റെ എക്സാമ്പിളാണ് ഈ ഇരിക്കുന്നത്. അപ്പം ഞാനത് എഴുതി നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതി നോക്കിയിട്ട് നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വാലിഡേറ്റ് ജേസൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജേസൺ വാലിഡ്. അപ്പം നമ്മൾ ഇത് എഴുതിയത് വാലിഡ് ആണ് എന്നുള്ളത് കിട്ടാൻ പറ്റും. അപ്പം നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ട ആ എക്സാമ്പിൾ ഇവിടെ ഒന്ന് എഴുതി നോക്കിയിട്ട് അത് വാലിഡ് ആണ് എന്ന് നോക്കാം. ഇവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഡബിൾ കോട്ട്സ് ഇവിടെ ഇരിക്കുന്നതാണ് ഈ ഡബിൾ കോട്ട്സ് അല്ലേ? ഒരു സ്ട്രിങ് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് വേണ്ടത് എന്നുള്ള ഒരു റൂൾ ഉണ്ട്. അത് ഞാനിവിടെ വയലേറ്റ് ചെയ്തു. ഇവിടെ വയലേറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ വാലിഡേറ്റ് ജേസൺ അടിച്ചു കഴിഞ്ഞാൽ ഇൻവാലിഡ് ജേസൺ എന്ന് വരും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രശ്നം എന്ന് കണ്ടത്. അതെ, ഡബിൾ കോട്ട്സ് ഇടണമായിരുന്നു. അപ്പോൾ നമ്മൾ ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് ഒന്നും കൂടെ വാലിഡേറ്റ് ജേസൺ കൊടുത്താൽ ജേസൺ വാലിഡ്. അപ്പോൾ നിങ്ങൾ എഴുതിയ ജേസൺ പ്രോപ്പർ ആണോ അല്ലെങ്കിൽ ജേസൺ ഫോർമാറ്റ് പറഞ്ഞിരിക്കുന്ന റൂൾസ് എല്ലാം ഫോളോ ചെയ്തിട്ടാണോ എഴുതിയത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ JSONLint.com എന്ന് പറയുന്ന ഈ കാര്യം ഞാനിത് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഇടാം. ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട ആ ഒരു സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വാലിഡേറ്റ് ജേസൺ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് പല എക്സ്പെരിമെൻറ്റുകളും ഒന്ന് ചെയ്ത് നോക്കും. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ജേസണുമായിട്ട് ഒന്ന് ഈസിലായിട്ട് ഫെമിലിയർ ആവാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.